السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 208 പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളാദ്യമായി 208 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. തിൽക ആയാതുൽ കിതാബിൽ ഹകീം. أكان للناس عجبا أن أوحينا إلى رجل منهم أن أنذر الناس وبشر الذين آمنوا أن لهم قدم صدق عند ربهم. قال الكافرون إن هذا لساحر مبين. إن ربكم الله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يدبر الأمر ما من شفيع إلا من بعد إذنه ذلكم الله ربكم فاعبدوه أفلا تذكرون. إليه مرجعكم جميعا وعد الله حقا إنه يبدأ الخلق ثم يعيده ليجزي الذين آمنوا وعملوا الصالحات بالقسط والذين كفروا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب. ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. إن في اختلاف الليل والنهار وما خلق الله في السماوات والأرض لآيات لقوم يتقون. صدق الله العلي العظيم. മാഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ പുതിയ ഒരു സൂറത്ത് പഠിക്കാൻ ആരംഭിക്കുകയാണ്. സൂറത്തു യൂനുസ്, പരിശുദ്ധ ഖുർആനിലെ 10-ാം സൂറയാണ്. ഇന്ന് നമ്മൾ ഓതി വെച്ചത് 208 പേജിലെ സൂറത്തു യൂനുസിലെ 1 മുതൽ 6 വരെയുള്ള 6 ആയത്തുകൾ. 11-ാമത്തെ ജുസ് ആണ് ഈ 208 പേജുള്ളത്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സൂറത്തു യൂനുസ്, ഇതാണ് ഈ അധ്യായത്തിൻ്റെ പേര്. പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട 25 മുർസലുകളിൽ ഒരാളാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. ആ മഹാനുഭാവനെ പറ്റി ഈ സൂറയിൽ വിവരിക്കുന്നുണ്ട്. മഹാനവറുകൾ നിയോഗിക്കപ്പെട്ട ഒരു ജനത അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയുടെ പ്രകടമായ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ പശ്ചാത്തപിച്ച് മടങ്ങിയ സംഭവം വിവരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ സൂറക്ക് സൂറത്ത് യൂനുസ് എന്ന് പേര് കിട്ടിയത്. മക്കിയ വിഭാഗത്തിൽപ്പെട്ട സൂറയാണിത്. അതായത് ഹിജ്റയുടെ മുമ്പ് അവതരിച്ച സൂറയാണ്. മക്കയിലെ ജനങ്ങൾ അന്ന് ശിർക്കിൽ അടിയുറച്ചു നിന്നിരുന്ന കാലമാണല്ലോ. അതുകൊണ്ട് തന്നെ പൊതുവെ മക്കിയായ സൂറകളുടെ സ്വഭാവം ഈ സൂറയിലുമുണ്ട്. അതായത് തൗഹീദിൻ്റെ ആ ഒരു ആധാരശില ഉറപ്പിക്കുക, ശിർക്കിനെ പരാജയപ്പെടുത്തുക, ശിർക്കിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുക, ഇത്തരം വിവരണങ്ങളാണ് മക്കിയായ സൂറകളിൽ പൊതുവെ ഉണ്ടാവുക. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മരണാനന്തര ജീവിതം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം, ഈ വിഷയങ്ങളും ഇത്തരം സൂറകളിലെ പ്രതിപാദ്യമാണ്. കാരണം ഇതൊക്കെ ദീനിൻ്റെ പ്രധാന മൂല്യങ്ങളാണ്, പ്രമാണങ്ങളാണ്. ഈ സൂറയിൽ 109 ആയത്തുകളാണുള്ളത്.
1499 പദങ്ങളാണുള്ളത്, 7065 അക്ഷരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ നുബുവത്തിനെയും സംബന്ധിച്ചാണ് ആദ്യം പ്രതിപാദിക്കുന്നത്. റിസാലത്ത് എന്നത്, അല്ലെങ്കിൽ അള്ളാഹു തആല പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരിക്കുക എന്നത് പണ്ട് മുതലേയുള്ള നടപടിയാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഒരൊറ്റ സമുദായത്തിലേക്കും താക്കീതുകാരനെ അയക്കാതിരുന്നിട്ടില്ല. ആ നിലക്ക് നോക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വ ലബ്ധിയിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യം എന്താണുള്ളത്? അത് പണ്ട് മുതലേ ഉള്ളൊരു നടപടിയാണ്. സൂറയുടെ 2-ാം ആയത്തിൽ ചോദിക്കുന്നത് അതാണ്. തങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരാൾക്ക് പ്രവാചകത്വം നൽകുകയും ദിവ്യ സന്ദേശങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ മക്കയിലെ ജനങ്ങൾ ഇത്ര അത്ഭുതം പ്രകടിപ്പിക്കുന്നതിന് എന്തിനാണ്? ഇതാണ് ചോദ്യം. അങ്ങനെ അത്ഭുതം പ്രകടിപ്പിക്കാൻ മാത്രം അതിനെന്തിരിക്കുന്നു? ഇത് പണ്ട് മുതലുള്ള നടപടിക്രമമാണ്. സത്യത്തിൽ അവരെല്ലാവരും ഒരു നബിയുടെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആ നബി അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രൻ, അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതിലാണ് അവർക്ക് അസഹ്യത ഉണ്ടായിരുന്നത്. അതാണ് അവർ വിശ്വസിക്കാതിരിക്കാൻ കാരണം. അതാണ് അവർ അത്ഭുതപ്പെടാനുള്ള കാരണം. പ്രവാചകൻ വരുമെന്ന് അവർക്ക് ഏറെക്കുറെ അറിയുന്നു. എല്ലാവരും ഏകദേശം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പ്രവാചകത്വ ലബ്ധി വരെ, നുബുവത്ത് കിട്ടുന്നത് വരെ വിശ്വസ്തനായിരുന്ന, സദാചാരശീലനായിരുന്ന ജനങ്ങളുടെ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും അംഗീകാരം പിടിച്ചു പറ്റിയ ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലേ? പക്ഷേ വലിയവരെന്ന് ധരിച്ചിരുന്ന ചില ആളുകൾ, ഞങ്ങളാണ് നേതാക്കൾ, ഞങ്ങൾക്കാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ലഭിക്കേണ്ടത് എന്ന് കരുതിയിരുന്ന ആളുകൾ, അവരാണ് എതിർത്ത് തുടങ്ങിയത്. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, ഈ ഖുർആൻ മക്കയിലോ ത്വായിഫിലോ ഉള്ള നേതാവായ ഒരു മനുഷ്യനെ അവതരിപ്പിച്ചുകൂടായിരുന്നോ? ഈ മുഹമ്മദിനാണോ അവതരിപ്പിക്കാൻ കണ്ടത് എന്നർത്ഥം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രവാചകത്വം സംബന്ധിച്ച പ്രതിപാദനത്തിനു ശേഷം ഈ പ്രവാചകനെ പോലെ മറ്റു പ്രവാചകന്മാരെ ഒക്കെയും അയച്ച സർവശക്തനായ, സർവജ്ഞാനിയായ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവാണ്, നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് ഇങ്ങനെ പ്രവാചകന്മാരെ അയച്ചത്. അള്ളാഹു ആണ് നിങ്ങളോട് പ്രവാചകന്മാർ നിങ്ങൾക്ക് പ്രബോധനം ചെയ്യുന്ന ദീൻ അനുധാവനം ചെയ്യണമെന്ന് പറഞ്ഞത്. ആ അള്ളാഹു ആരാണെന്നറിയോ? ആ അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആളാണ്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സ്രഷ്ടാവാണ്. ആ സൃഷ്ടി നടന്നത് തന്നെ 6 നാളുകൾക്കകമാണ്. അവൻ്റെ അടുത്തേക്ക് തന്നെയാണ് നിങ്ങൾക്ക് മടങ്ങിച്ചെല്ലേണ്ടത്. സൂര്യനെയും ചന്ദ്രനെയും ആകാശങ്ങളെയും ഭൂമിയെയും പ്രപഞ്ചത്തിൽ പരന്നു കിടക്കുന്ന ഗാലക്സികളെയും ഒക്കെ സൃഷ്ടിച്ചത് അവൻ തന്നെയാണ്. അവൻ്റെ ശക്തിയെ, അവൻ്റെ നിയമവ്യവസ്ഥകളെ മറികടക്കാൻ ആർക്കാണ് ഇവിടെ കഴിയുക? അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ രാജാതിരാജനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അംഗീകരിക്കണം. അവനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ദൗർഭാഗ്യകരമാണ്. അങ്ങനെ നിഷേധിക്കുന്ന ആളുകളുടെ സങ്കേതം നരകമാണ്. ഇതൊക്കെയാണ് അല്ലാഹു തആല പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പല വെല്ലുവിളികളും നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനമായൊരു വെല്ലുവിളിയാണ് ഖുർആൻ പോലെയുള്ളതൊന്ന് കൊണ്ടുവരിക എന്നത്. ഖുർആൻ മനുഷ്യന്മാരുണ്ടാക്കിയതാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരിൽ നിന്നൊക്കെയോ കേട്ടെഴുതി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പണ്ട് മുതലേ ആരോപണമുണ്ട്. ഇന്നും അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു തആല മുഅ്ജിസത്തുകൾ നൽകിയിരുന്നു. അത് അതാത് കാലത്ത് ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു ആ മുഅ്ജിസത്തുകൾ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത മുഅ്ജിസത്തോ, ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനാണ്. അത് സ്വാഭാവികമായും ശത്രുക്കൾ അതിനെ എതിർത്തു. അത് ആരൊക്കെയോ മുഹമ്മദിന് പറഞ്ഞു കൊടുത്തിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കുന്നതാണ് എന്നവർ തട്ടിവിട്ടു. വലഖദ് നഅലമു അന്നഹും യഖൂലൂന ഇന്നമാ യുഅല്ലിമുഹു ബശർ. സൂറത്തുൻ നഹ്ലിൽ 103 അല്ലാഹു തആല വിഷയം പറയുന്നുണ്ട്. ഇന്നമാ യുഅല്ലിമുഹു ബശർ, ഏതോ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവരതിലപ്പുറം പ്രചരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജ്യോത്സ്യനാണെന്ന് പറഞ്ഞു, മാരണക്കാരനാണ്, സാഹിറാണ്, കാഹിനാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ആ പശ്ചാത്തലത്തിൽ അല്ലാഹു തആല അവരെ വെല്ലുവിളിച്ചു. ശരി, ഇത് മനുഷ്യനിർമ്മിതമാണെങ്കിൽ നിങ്ങൾ ഇതേപോലെയുള്ള ഒരു ആയത്ത് കൊണ്ടുവരൂ, ഒരു സൂക്തം കൊണ്ടുവരൂ, അല്ലെങ്കിൽ അതേപോലെ സൂറത്ത് കൊണ്ടുവരൂ, അധ്യായം കൊണ്ടുവരൂ. ആ വെല്ലുവിളി ഇന്നും അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഈ സൂറയിലെ 38-ാം ആയത്തിൽ ആ വെല്ലുവിളി കൊണ്ടും വരുന്നുണ്ട്. ഈ സൂറത്ത് യൂനുസ് ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യന് മുമ്പിൽ ചില ചോദ്യങ്ങൾ ഇട്ടുകൊടുക്കുന്നുണ്ട്. ആകാശത്ത് നിന്ന്
മഴ വർഷിച്ച് ഭൂമിയിൽ ധാന്യങ്ങളും സസ്യങ്ങളും ലതാദികളും ഒക്കെ ഉണ്ടാകുന്നു. അങ്ങനെയാണ് മനുഷ്യന് ആഹാരം ലഭിക്കുന്നത്. ഇങ്ങനെ വ്യവസ്ഥാപിതമായി മനുഷ്യന്മാർക്ക് ആഹാരം ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തന്നത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. കണ്ണും കാതുമൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ സുപ്രധാനമായ അമൂല്യമായ ഭാഗങ്ങളാണ്, അവയവങ്ങളാണ്. ഇതൊക്കെ ആരാ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത്? ഈ കാഴ്ചയുടെയും കേൾവിയുടെയും ഒക്കെ നിയന്ത്രണം മനുഷ്യൻ്റെ കയ്യിലാണോ? അതുപോലെ തന്നെ നിർജീവമായ വസ്തുക്കളിൽ നിന്ന് ജീവനുള്ള വസ്തുക്കൾ പുറത്തേക്ക് വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? പ്രപഞ്ചം എന്ന മഹത്തായ പ്രതിഭാസം നിങ്ങളതിലെ പലതും കണ്ടുകൊണ്ടിരിക്കുന്നു. സൂര്യനെ നിങ്ങൾ കാണുന്നു, ചന്ദ്രനെ കാണുന്നു, നക്ഷത്രങ്ങളെ കാണുന്നു. അതൊക്കെ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, സഞ്ചരിക്കുന്നു. ഒരു തടസ്സമോ സംഘടനമോ ക്രമക്കേടോ ഇല്ലാതെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് ഇതൊക്കെ ഇങ്ങനെ സംവിധാനിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? ചിന്തിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഒറ്റ മറുപടി ഉണ്ടാവുള്ളൂ, അല്ലാഹു തആല. ഇത്തരം പരാമർശങ്ങൾ നമ്മളിനി പഠിക്കാൻ പോകുന്ന സൂറയിൽ വരുന്നുണ്ട്. പക്ഷേ സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യൻ ആ ചിന്താശീലം പലപ്പോഴും ഉപയോഗപ്പെടുത്താറില്ല എന്നതാണ് വിഷയം. ചിന്തിക്കാതെ താൻ തോന്നിയായി നടക്കും. കഴിഞ്ഞുപോയ എല്ലാ സമൂഹങ്ങളിലും ഇത്തരം ബുദ്ധിശൂന്യന്മാരായ നിർഭാഗ്യവന്മാരായ ആളുകളുണ്ടായിരുന്നു. അവിടെയാണ് പ്രവാചക നിയോഗത്തിൻ്റെ പ്രസക്തി ഉണ്ടാവുന്നത്. അത്തരം ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവരെ ദീനിൻ്റെ വഴിയിലേക്ക് നയിക്കാനുമാണ് പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിക്കുന്നത് എന്നർത്ഥം. ഇതൊക്കെ ഈ സൂറയിൽ വിവരിച്ച് പറഞ്ഞിട്ട് നൂഹ് നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം, ഹാറൂൻ നബി അലൈഹി സ്വലാം അങ്ങനെ അവരോട് അങ്ങനെ വന്നിട്ട് അവസാനം യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ കഥയിലെത്തി നിൽക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന ആളുകളെപ്പോലെ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയും അള്ളാഹുവിൻ്റെ ദീനിനെ, പ്രവാചകനെ നിഷേധിച്ചു, ധിക്കരിച്ചു, പറഞ്ഞാൽ കേട്ടില്ല. ഒടുവിൽ ശിക്ഷ വരും എന്നായി. ശിക്ഷയുടെ ലക്ഷണം അവർ കണ്ടു. അവർ പേടിച്ചുപോയി. ഉടനെ അവർ തൗബ ചെയ്തു മടങ്ങി, പശ്ചാത്തപിച്ചു. ആ തൗബ ആത്മാർത്ഥമായിരുന്നു എന്നതുകൊണ്ട് തന്നെ അള്ളാഹു തആല അത് സ്വീകരിച്ചു. ആ സംഭവം ഈ സൂറയിൽ വിവരിക്കുന്നുണ്ട്. പിന്നെ സൂറയുടെ അവസാന ഭാഗത്തെത്തുമ്പോൾ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രത്യേകമായി അള്ളാഹു തആല ഉണർത്തുന്നുണ്ട്. അങ്ങനെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന സമയത്ത് അനുഭവിക്കേണ്ടി വരുന്ന, നേരിടേണ്ടി വരുന്ന എല്ലാ ത്യാഗങ്ങളും അതൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകാനും അവിടത്തോടെ ഈ സൂറ ഉണർത്തുന്നു. അങ്ങനെയാണ് ഈ സൂറ അവസാനിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആയത്തുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ ഹകീം. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ ഹകീം. ഇത് ഉത്കൃഷ്ട തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥത്തിലെ വചനങ്ങളാകുന്നു. ആയാത്തു വചനങ്ങളാണ്, അൽ കിതാബി ഉത്കൃഷ്ടമായ ഗ്രന്ഥത്തിലെ, അൽ ഹക്കീമി നല്ല തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന, ഉത്കൃഷ്ടമായ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന കിതാബിലെ ആയാത്തുകളാണിത് എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്നത് വിജ്ഞാന സമ്പൂർണമായ വേദഗ്രന്ഥത്തിലെ വാക്യങ്ങളാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ നല്ല നല്ല തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന, വിജ്ഞാന സമ്പൂർണമായ എന്നൊക്കെ പറയും. അലിഫ് ലാം റാ ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? പല സൂറകൾ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു, പരിശുദ്ധ ഖുർആനിലെ ചില സൂറകൾ ഇത്തരം കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്. 29 സൂറത്തുകളുടെ തുടക്കത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശവും ആശയങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ വിശദീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറയുടെ ആദ്യത്തിൽ നമ്മൾ ആ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആയാത്തുൽ കിതാബിൽ ഹക്കീം വളരെ ഉത്കൃഷ്ടമായ തത്വങ്ങൾ അടങ്ങിയ പരിശുദ്ധ ഖുർആനിലെ വാക്യങ്ങൾ, അതാണ് ഈ സൂറത്തിലുള്ളത് എന്ന് ആമുഖമായി അല്ലാഹു തആല ഉണർത്തുകയാണ്. അതായത് ഈ സൂറയിൽ പറയാൻ പോകുന്നത് ഊഹാപോഹങ്ങളല്ല, ഐതിഹ്യങ്ങളല്ല, മനുഷ്യരെ കബളിപ്പിക്കുന്ന ജാലവിദ്യയല്ല, അവരെ വശീകരിക്കാനുള്ള മാരണമല്ല, തന്ത്രങ്ങളല്ല, മന്ത്രങ്ങളല്ല എന്നൊക്കെ വ്യക്തമായി പറയാണ്. പിന്നെ എന്താ അതിലുള്ളത്? വളരെ ഉത്കൃഷ്ടമായ തത്വങ്ങൾ അടങ്ങിയ ചില വചനങ്ങളാണ് ഇനിയുള്ളത്. കാരണം അങ്ങനെയാണ് അവർ ആക്ഷേപിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാഹിനാണ്, സാഹിറാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നില്ല. അതൊന്നും അല്ല എന്ന് തുടക്കത്തിലേ പറയാണ്. രണ്ടാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഇനി നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ ആയത്ത് അവതരിക്കാനുള്ള കാരണം ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു, അതായത് നുബുവത്ത് കിട്ടി. ആ സമയത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അത് പിടിച്ചില്ല. അവർ പറഞ്ഞു,
അബൂ താലിബിൻ്റെ ഈ യതീമിനെ അല്ലാതെ മറ്റാരെയും നബിയായി അയക്കാൻ അള്ളാഹുവിന് കിട്ടിയില്ലേ? ഞങ്ങളൊക്കെ ഇവിടെ എത്രങ്ങാനും ആൾക്കാരുണ്ടെന്ന് അർത്ഥം അല്ലേ? ഒരു മനുഷ്യനെ അള്ളാഹുവിൻ്റെ ദൂതനായി അയക്കുക എന്നതൊക്കെ അള്ളാഹുവിൻ്റെ മഹോന്നതനായ യതീമായ ഒരു മനുഷ്യനെ അള്ളാഹുവിൻ്റെ പ്രവാചകനായി നിയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിന് ചേരുന്നതാണോ അത്? ഇതൊക്കെയാണ് അവർ ചോദിച്ചത്. കാരണം ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ എന്നർത്ഥം, ഞങ്ങളെ വലിയ വലിയ പ്രമാണിമാർ ഇവിടെ അല്ലേ? ഈ സമയത്താണ് ഈ സൂറത്ത് അവതരിച്ചത്. ഇങ്ങനെ പല ചോദ്യങ്ങളും മുമ്പും അവർ ചോദിച്ചിട്ടുണ്ട്. അബഅസല്ലാഹു ബശറർ റസൂല, ഒരു മനുഷ്യനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനായി നിയോഗിച്ചത്. നമ്മുടെ റബ്ബ് വേണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ മലായിക്കത്തിനെ പ്രവാചകന്മാരെ അയക്കുമായിരുന്നല്ലോ. ലൗ ശാഅ റബ്ബുക ലൗ ശാഅ റബ്ബുനാ ലഅൻസല മലായിക. ഇങ്ങനെ പലതും അവർ ചോദിച്ചിട്ടുണ്ട് മുമ്പ്. അതേപോലെ തന്നെ ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയത്തിൻ അളീം, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. മക്കയിലോ ത്വായിഫിലോ ഉള്ള ഏതെങ്കിലും ഒരു മഹാപുരുഷന്റെ മേൽ എന്തുകൊണ്ട് ഖുർആൻ അവതരിച്ചില്ല? ഈ യതീമായ അബൂ താലിബിന്റെ യതീമിനെയാണ് കിട്ടിയത്. ഇങ്ങനെയൊക്കെ പറയുന്ന അവിശ്വാസികളെ കുറിച്ചാണ് ഇനിയുള്ള 2-ാമത്തെ ആയത്തിൽ പരാമർശം. തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തങ്ങളെപ്പോലെയുള്ള തങ്ങൾക്ക് സുപരിചിതനായ ഒരു മനുഷ്യന് അള്ളാഹു തആല നുബുവത്ത് കൊടുത്തു എന്നതിൽ അവർ അത്ഭുതപ്പെടുകയാണോ? ആട്ടെ, ഒരാൾ വന്നിട്ട് പറയാണ് നിങ്ങളൊക്കെ നല്ല വഴിക്ക് നടക്കണം, അങ്ങനെ നടന്നാൽ പല നേട്ടങ്ങളുണ്ടാവും, മോശമായ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കരുത്, അങ്ങനെ നടന്നാൽ അപകടങ്ങളുണ്ടാവും. ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞാൽ അതിലെന്താ അത്ഭുതപ്പെടാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അവരോട് പറയുന്നത് ഇതാണ് അല്ലേ? അതിന് പല തെളിവുകളും അവിടുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിനാണ് ഇതെല്ലാം പറയുന്നത് എന്നും അവരോട് പറയുന്നുണ്ട്. പിന്നെ അതിനാണ് അത്ഭുതപ്പെടുന്നത്. ഇനി പ്രവാചകന്മാരയക്കുക എന്നത് പുത്തരിയാണോ? അല്ല, അതൊരു പുത്തൻ സമ്പ്രദായമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പും പല പ്രവാചകന്മാരും വന്നു പോയിട്ടുണ്ട്. അവർക്ക് തന്നെ അതൊക്കെ അറിയാം എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് നൽകിയതിൽ ആശ്ചര്യപ്പെടുന്നതിന് എന്താണ് അതിൽ ആശ്ചര്യപ്പെടാനുള്ളത്? അവർ ആശ്ചര്യപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്. ഈ വരുന്ന ദൂതൻ, ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹിറാണെന്ന് പറയുന്നുണ്ട്. ഈ ഖുർആൻ അതൊരു സിഹറാണെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ശരിയല്ലല്ലോ. വലിയ വശ്യശക്തിയുള്ള പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ അവർ പറയുന്നത് അതാണ്. ഇതെന്തോ ഒരു വശീകരണ ശക്തി ഉള്ളതുകൊണ്ട് ഇത് സിഹറാണ്, ഇത് പറയുന്ന ആൾ സാഹിറാണ്. അവർക്കെന്നെ അറിയാ പറയുന്നത് അബദ്ധാണെന്ന്. പിന്നെ ആൾക്കാരോട് എന്തെങ്കിലും പറയണ്ടേ? അല്ലെങ്കിൽ ആളുകൾ അതിലേക്ക് പോലും അംഗീകരിക്കൂലേ? അതുകൊണ്ട് ശരി, നമുക്ക് ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അകാന ലിന്നാസി അജബൻ അൻ ഔഹൈനാ ഇലാ റജുലിൻ മിൻഹും അൻ അൻദിരിൻ നാസ വബശ്ശിരിൽ ലദീന ആമനൂ അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം ഖാലൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറുൻ മുബീൻ. അകാന ലിന്നാസി അജബൻ, ആളുകൾക്ക് അത്ഭുതം തോന്നുകയാണോ? ആളുകൾക്ക് അജബ് തോന്നുകയാണോ? ആളുകൾക്ക് അത്ഭുതമായോ? അന്നൗഹൈന, നമ്മൾ വഹി നൽകിയത്, ദിവ്യ സന്ദേശം നൽകിയത്, ഇലാ റജുലിൻ മിൻഹും, അവരിൽപ്പെട്ട ഒരാൾക്ക്. എന്തു പറഞ്ഞിട്ട്? അൻ അൻദിരിന്നാസ, മനുഷ്യരെ താങ്കൾ താക്കീത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ വബശ്ശിരിൽ ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം എന്നും പറഞ്ഞിട്ട് നമ്മൾ അവരിൽപ്പെട്ട ഒരാൾക്ക് ദിവ്യ സന്ദേശം നൽകിയതിനെ കുറിച്ച് അവർ അത്ഭുതപ്പെടുകയാണോ? അതവർക്ക് അജബായി മാറിയോ? എന്തായാലും അത്ഭുതപ്പെടാനുള്ളത് എന്നർത്ഥം. എന്താണ് സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്? അന്നലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം, അവർക്ക് തങ്ങളുടെ നാഥന്റെ അടുത്ത് നല്ല ഉത്കൃഷ്ടമായ പദവിയുണ്ട് എന്ന്. അന്നലഹും, അവർക്കുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കണം. എന്ത്? ഖദമ സിദ്ഖിൻ, ഉത്കൃഷ്ടമായ പദവി, ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ. ഇങ്ങനെ അത്ഭുതപ്പെടുക മാത്രമല്ല അവർ ചെയ്തത്. ഖാലൽ കാഫിറൂന, സത്യനിഷേധികൾ പറയുകയും ചെയ്തു, ഇന്ന ഹാദാ, തീർച്ചയായും ഇയാൾ ലസാഹിറുൻ മുബീൻ, സ്പഷ്ടമായ വ്യക്തമായ ഒരു സാഹിർ തന്നെയാണ്, മാരണക്കാരൻ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തു. ഖദമ സിദ്ഖിൻ എന്നൊരു പ്രയോഗം ഈ ആയത്തിൽ വന്നു അല്ലേ? അതിന് ശരിക്കും വാക്കർത്ഥം എന്താണെന്നറിയോ? സത്യത്തിൻ്റെ പാദം എന്നാണ്. ഖദമ എന്ന് പറഞ്ഞ കാല്, പാദം എന്നൊക്കെയാണ് പറയുക. സത്യത്തിൻ്റെ പാദം, ഇതാണ് ഭാഷാർത്ഥം. ഇവിടെ എന്താ ഉദ്ദേശം?
സത്യം സ്വീകരിക്കുകയും അതിനെ സാക്ഷാത്കരിക്കുകയും ചെയ്തതും മൂലം ലഭിക്കുന്ന ഉന്നതമായ പദവി, അതാണ് ഇവിടുത്തെ ഉദ്ദേശം അല്ലേ. ഈ അനുഗ്രഹം എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി യത്, കൈ എന്ന് പറയപ്പെടാറുണ്ട് സാധാരണ. അതേപോലെ സ്ഥാനപദവിയെ ഉദ്ദേശിച്ച് ഖദമ്, പാദം എന്നർത്ഥം വരുന്ന, കാലെന്നർത്ഥം വരുന്ന ഖദമ് എന്ന വാക്കും അറബിയിൽ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അതാണ് ഇവിടെ ഖദമ സിദ്ഖിൻ, ഉന്നതമായ പദവികൾ എന്നർത്ഥം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിലേക്ക് കടക്കാം. സത്യനിഷേധികൾക്ക് താക്കീത് നൽകാനും സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത നൽകാനും വഹി നൽകി എന്ന് രണ്ടാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചല്ലോ. അൻ അൻദിരിൻ നാസ വബശ്ശിരില്ലദീന ആമനു. അവിടുന്ന് എന്ത് മനസ്സിലായി? രക്ഷയും ശിക്ഷയും നൽകുന്ന ഒരാളുണ്ട്. താക്കീത് നൽകും എന്ന് പറയുമ്പോൾ പറഞ്ഞതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ടാകുമെന്നാണ് എൻ്റെ അർത്ഥം. സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറയുമ്പോൾ രക്ഷ നൽകുന്ന ഒരാളുണ്ട് എന്നാണ് അർത്ഥം. അപ്പം ഇങ്ങനെ രക്ഷാ ശിക്ഷകൾ നൽകുന്ന ഒരാളുണ്ട് എന്ന് കഴിഞ്ഞ ആയത്തിൽ മനസ്സിലായി. അത് നൽകുന്ന ഒരു സ്ഥലമുണ്ട് എന്നും മനസ്സിലായി. ഇനി അത് ആരാണ് എന്നാണ് ഇനി പറയുന്നത്. ആ രക്ഷാ ശിക്ഷകൾ നൽകുന്നത് ആരാണ്? ആരാണവൻ? അവൻ പ്രപഞ്ചനാഥനാണ്. ലോകം മുഴുവൻ അവൻ്റെ നിയന്ത്രണത്തിലാണ്. അവൻ്റെ അനുമതി കൂടാതെ അവനോട് ശുപാർശ ചെയ്യാൻ ആരും ധൈര്യപ്പെടുകയില്ല. ഏറ്റവും വലിയ സൃഷ്ടിയായ അർശ് അവൻ്റെ ആധിപത്യത്തിലാണ്. അവനാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് നിങ്ങൾ അവനനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കണം. ഇതാണ് മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബകുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് യുദബ്ബിറുൽ അംറ മാ മിൻ ശഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നിഹി ദാലികുമുല്ലാഹു റബ്ബുകും ഫഅബ്ദൂഹു അഫലാ തദക്കറൂൻ. ഇന്ന റബ്ബകുമുല്ലാഹ്, നിശ്ചയമായും നിങ്ങളുടെ റബ്ബ് ആരാ? അല്ലാഹുവാണ്. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹുവാണ്? ഖലഖസ് സമാവാതി വൽ അർള, ഭുവനവാനങ്ങൾ സൃഷ്ടിച്ചവൻ. ഖലഖ, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അസ്സമാവാതി, ആകാശങ്ങളെ, വൽ അർള, ഭൂമിയെയും. ഫീ സിത്തത്തി അയ്യാമിൻ, 6 നാളുകളിലായി, 6 ദിവസങ്ങളിലായി, 6 നാളുകളിലായി, 6 ഘട്ടങ്ങളിലായി. വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. എന്നിട്ടോ സുമ്മസ്തവാ അലൽ അർശ്, അനന്തരം പിന്നീട് പ്രാപഞ്ചിക കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് സിംഹാസനത്തിന്മേൽ ആധിപത്യം ചെലുത്തി. സുമ്മസ്തവ, പിന്നെ അല്ലാഹു തആല ആധിപത്യം ചെലുത്തി. അലൽ അർശി, അർശിന്മേൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് അവൻ സിംഹാസനത്തിൽ ആധിപത്യം ചെലുത്തി എന്നർത്ഥം. ഇസ്തവാ അലൽ അർശി എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും നിയന്ത്രണം അവൻ്റെ കയ്യിലായി എന്നർത്ഥം. യുദബ്ബിറുൽ അംർ, അവനാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. യുദബ്ബിറുൽ അംർ, അവനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മാ മിൻ ശഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നി, അവൻ്റെ അനുമതി അനുസരിച്ചല്ലാതെ ഒരാളും ശുപാർശ ചെയ്യുകയില്ല. മാ മിൻ ശഫീഇൻ, ഒരു ശുപാർശകനുമില്ല. ഇല്ലാ മിൻ ബഅദി ഇദ്നി, അവൻ്റെ സമ്മതത്തിനു ശേഷമല്ലാതെ. എന്ന് പറഞ്ഞാൽ സമ്മതം കൂടാതെ ആർക്കും ഒരു ശഫാഅത്തും ചെയ്യാൻ കഴിയില്ല. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബായ അല്ലാഹു. അതുകൊണ്ട് ഫഅബ്ദൂഹു, നിങ്ങൾ അവൻ ആരാധിക്കണം. അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിച്ച് യാഥാർത്ഥ്യം ഗ്രഹിക്കുന്നില്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്നർത്ഥം. അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ. ഫീ സിത്തത്തി അയ്യാമിൻ എന്ന് പറഞ്ഞാൽ 6 നാളുകളിലായി എന്നാണ് അർത്ഥം അല്ലേ. 6 നാളുകളിലായി, 6 ദിവസങ്ങളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്ന് അല്ലാഹു തആല വേറെ സൂറത്തുൽ ആറാഫിൽ പറയുന്നുണ്ട്. അതേപോലെ ഇസ്തവാ അലൽ അർശ് എന്ന് അവിടെയും ഉണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ അവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അൽ ഇസ്തിവാ അലൽ അർശ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും നിയന്ത്രണം, ആധിപത്യം അല്ലാഹു ഏറ്റെടുത്തു എന്നാണ്. അയ്യാം എന്നത് യൗം എന്ന വാക്കിൻ്റെ ബഹുവചനമാണ്. യൗമുൻ അതിൻ്റെ ജംആണ് അയ്യാം. ദിവസം എന്നാണ് സാധാരണ പറയാറുള്ള അർത്ഥം. എന്നാൽ അതേസമയം ഘട്ടം, ദശ എന്നൊക്കെ അർത്ഥത്തിലും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. 1000 കൊല്ലം ദീർഘമുള്ള കാലഘട്ടത്തിനും 50,000 കൊല്ലം ദൈർഘ്യമുള്ള കാലഘട്ടത്തിനും യൗം എന്ന പദം ഖുർആനിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജിലുണ്ട്, സജദയിലുണ്ട്, മആരിജിലുണ്ട്. അപ്പോൾ
ഇവിടെ 6 നാളുകളിലായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 6 ദശകളിലായി, 6 ഘട്ടങ്ങളിലായി, 6 പ്രത്യേക ഘട്ടങ്ങളിലായി അള്ളാഹു തആല ആകാശഭൂമികൾ സൃഷ്ടിക്കുകയും പിന്നെ ഇസ്തവാഅലൽ അർശി എല്ലാറ്റിൻ്റെയും അധികാരം അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലാക്കുകയും ചെയ്തു. സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനായി എന്നൊക്കെ സാധാരണഗതിയിൽ പറയുന്നത് പോലെ ഇവിടെ അർത്ഥം പറയാൻ പറ്റൂല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ചിന്തയിൽ വരുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലെ വാക്കിന് അർത്ഥം വരുന്നതൊന്നും അവിടെ കൊടുക്കാൻ പാടില്ല. അതൊന്നും ചെയ്യരുത്. എല്ലാം അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലായി എന്നതാണ് അവിടെ ഉദ്ദേശം. എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്. ആകട്ടെ, അപ്പോൾ ഈ രണ്ടർത്ഥത്തിലും യൗം എന്ന വാക്കിന് വ്യാഖ്യാനം നൽകിയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഘട്ടങ്ങൾ, ദശകൾ, നാളുകൾ, അങ്ങനെയൊക്കെ അർത്ഥം പറയാം. ഇവിടുത്തെ ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞു. സിംഹാസനത്തിൽ ആധിപത്യം ചെലുത്തി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചിട്ടയോടും വ്യവസ്ഥയോടും കൂടി അവൻ നിയന്ത്രിച്ചു പോയിരുന്നു എന്ന യാഥാർത്ഥ്യം. സൂറത്തുൽ ആറാഫിലെ 54-ാമത്തെ ആയത്ത് പഠിച്ചപ്പോൾ നമ്മൾ ആ വിഷയം വിശദമായി പറഞ്ഞിട്ടുണ്ട്. മാ മിൻ ശഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നി. അള്ളാഹുവിൻ്റെ അനുമതിയോടെ ശുപാർശക്ക് അവസരം ലഭിക്കുന്ന ചിലരുണ്ടാകും എന്ന് ഈ ആയത്തിന് മനസ്സിലായി. എന്താ ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ആർക്കും ശുപാർശ ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? അനുമതിയോടുകൂടി ശുപാർശ ചെയ്യുന്ന ചില ആളുകളുണ്ട്, അമ്പിയാക്കളും സ്വാലിഹീങ്ങളും അതേപോലെ അള്ളാഹുവിന് അനുമതി കൊടുക്കുന്ന മറ്റാളുകളുമൊക്കെ, അല്ലേ? ആയത്തിൽ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ആ വിഷയം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇനി വിശദീകരിക്കുന്നില്ല. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്, 4-ാമത്തെ ആയത്തിലേക്ക്. സർവ വസ്തുക്കളുടെയും സ്രഷ്ടാവും നിയന്താവും അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അവൻ മാത്രമേ ആരാധിക്കപ്പെടാവൂ എന്ന് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത്, ഭാവിയിൽ നിങ്ങളെല്ലാവരും മടങ്ങിച്ചെല്ലേണ്ടതും ആ റബ്ബിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അങ്ങനെ നിങ്ങൾ മടങ്ങിച്ചെല്ലുമ്പോൾ എല്ലാവർക്കും അവരവരുടെ ചെയ്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നതും ആണ്. ഇതാണ് ഇനി പറയുന്നത്. ഈ ലോകം അമൽ ചെയ്യാനുള്ള ലോകമാണ്, പ്രവർത്തിക്കാനുള്ള ലോകമാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ചെയ്ത ഓരോ അമലുകൾക്കും ഓരോരുത്തർക്കും അതിൻ്റെ ഫലം അനുഭവിക്കാൻ അവസരമുണ്ടാവും. അതാണ് പരലോകം, പരലോക ജീവിതം. മരിച്ചുപോയ ശേഷം പരലോകത്ത് മറ്റൊരു ജീവിതമുണ്ട് എന്ന വസ്തുത മനുഷ്യൻ പല ഘട്ടങ്ങളിലും നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ നിഷേധിക്കുന്ന ആളുകളോട് അള്ളാഹുവിന് ചോദിക്കാനുള്ളത് ഇതാണ്: നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? നിങ്ങൾ ആദ്യം സൃഷ്ടിച്ചത് ഈ അള്ളാഹു അല്ലേ? ആ അള്ളാഹു തന്നെ നിങ്ങളെ പുനർജന്മിപ്പിക്കും, നിങ്ങൾക്ക് പുനർജന്മം നൽകും. എന്നിട്ട് നിങ്ങൾ അവൻ്റെ അടുക്കലേക്ക് ഒരുമിച്ച് പോകും. മുഴുവൻ സൃഷ്ടികളെ സംബന്ധിച്ചും വിശദമായി അറിയുന്നവനാണ് അള്ളാഹു തആല. സൃഷ്ടിപ്പ് ആരംഭിച്ച അള്ളാഹുവിന് മരണത്തിന് ശേഷം പുനർജനിപ്പിക്കാൻ എന്ത് പ്രയാസമാണുള്ളത്? ഇതാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലൈഹി മർജിഉകും ജമീഅ വഅദല്ലാഹി ഹഖ്ഖാ ഇന്നഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു ليجزي الذين آمنوا وعملوا الصالحات بالقسط والذين كفروا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. ഇലൈഹി മർജിഉകും ജമീഅ. ഇലൈഹി അവൻ്റെ അടുത്തേക്കാണ്, മർജിഉകും നിങ്ങളുടെ മടക്കം, ജമീഅൻ എല്ലാവരുടെയും, നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം ആ അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ്. വഅദല്ലാഹി ഹഖ്ഖാ, അത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ വാഗ്ദാനമാണ്. വഅദല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒക്കെ മടങ്ങിച്ചെല്ലും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ഹഖൻ, ശരിയായ വാഗ്ദാനമാണ്. ഇന്നഹു, നിശ്ചയമായും അള്ളാഹു തആല, യബ്ദഉൽ ഖൽഖ്, സൃഷ്ടികർമ്മം ആരംഭിക്കുന്നത് അവനാണ് സൃഷ്ടികർമ്മം തുടങ്ങുന്നത്. സുമ്മ യുഈദുഹു, പിന്നീട് അതിനെ ആവർത്തിക്കുകയും ചെയ്യുന്നു അവൻ. സൃഷ്ടികർമ്മം ആദ്യം അവൻ സൃഷ്ടിക്കുന്നു, പിന്നീട് അത് ആവർത്തിക്കുന്നു. സുമ്മ യുഈദുഹു, പിന്നീട് അത് ആവർത്തിക്കുന്നു പറഞ്ഞാൽ രണ്ടാമത് പുനർജന്മം നൽകുന്നു എന്നർത്ഥം. എന്തിന്? ലിയജ്സിയ, പ്രതിഫലം നൽകാൻ. അല്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക്, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക്, ബിൽ ഖിസ്തി, നീതിപൂർവം ഇത്തരം ആളുകൾക്ക് പ്രതിഫലം നൽകാൻ അല്ലാഹു തആല അവരെ രണ്ടാമത് മടക്കി സൃഷ്ടിക്കും. പിന്നെ വല്ലദീന കഫറു, ഇത് നിഷേധിച്ച ആളുകൾക്കോ, ലഹും അവർക്കുണ്ട്, ശറാബും മിൻ ഹമീമിൻ, കഠിന ചൂടുള്ള പാനീയമുണ്ട്.
ഷറാബൻ പാനീയമുണ്ടവർക്ക്, മിൻ ഹമീമിൻ കഠിന ചൂടുള്ള, വഅദാബുൻ അലീമുൻ വേദനാജനകമായ ശിക്ഷയുമുണ്ട്, ബിമാ കാനു യക്ഫുറൂൻ അവർ സത്യം നിഷേധിച്ചത് കാരണം. ഹമീം എന്ന് പറഞ്ഞാൽ ചുട്ട് തിളക്കുന്ന നല്ല ചൂടുള്ള വെള്ളം. ഇത് നരകത്തിലെ ആളുകൾക്ക് കുടിക്കാൻ നൽകപ്പെടുന്ന ഒരു പ്രത്യേക തരം പാനീയമാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ ഹമീം കുടിക്കുന്നതോടുകൂടെ അതിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ കുടലുകളെ അത് മുറിച്ച് കഷ്ണങ്ങളാക്കി കളയുമെന്നാണ്. 47-ാം അധ്യായത്തിൽ 15-ാം ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ അടുത്ത ആയത്തിലേക്ക്, 5-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യരടക്കമുള്ള സൃഷ്ടികളുടെ തുടക്കത്തെയും ഒടുക്കത്തെയും കുറിച്ച് മാത്രമല്ല, മനുഷ്യ ജീവിതത്തിൽ എന്നും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ആർക്കും സാമാന്യ ബുദ്ധി കൊണ്ട് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാലും അള്ളാഹു ഏകനാണ് എന്ന അനിവാര്യമായ യാഥാർത്ഥ്യം മനസ്സിലാകും. അത് ഒരു ഉദാഹരണ സഹിതം പറയുകയാണിനി. ഖുർആനിൽ പല സ്ഥലത്തും മക്കിയായ സൂറകളിൽ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള പ്രസ്താവനകൾ കാണാറുണ്ട്. ഇവിടെ അള്ളാഹു തആല എടുത്തു പറയുന്ന ഉദാഹരണങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ 3-4 എണ്ണമാണ്. 6 ദൃഷ്ടാന്തങ്ങളാണ് ഇനി പറയുന്നത്. 6 ദൃഷ്ടാന്തങ്ങൾ. അതിൽ 4 എണ്ണം 5-ാം ആയത്തിലും 2 എണ്ണം 6-ാം ആയത്തിലുമാണ് പറയുന്നത്. ശരി, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 5-ാമത്തെ ആയത്തിൽ പറയുന്ന 4 എണ്ണം ഏതൊക്കെയാണ് എന്ന് നോക്കാം. 1 സൂര്യൻ. ആ സൂര്യനെ തിളങ്ങുന്ന ശോഭയുള്ളതാക്കി, അതൊരു ദൃഷ്ടാന്തമാണ്. 2-ാമത് ചന്ദ്രൻ. ആ ചന്ദ്രനെ പ്രകാശിക്കുന്നതാക്കി മാറ്റി, പ്രകാശമുള്ളതാക്കി മാറ്റി. 3 ചന്ദ്രന് പല സഞ്ചാര പദങ്ങളും അല്ലാഹു തആല നിർണയിച്ചു കൊടുത്തു. 4 ഈ പറയപ്പെട്ടവയെല്ലാം അടിസ്ഥാനമാക്കി കൊല്ലങ്ങളും മാസങ്ങളും കണക്കുമൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ 4 ദൃഷ്ടാന്തങ്ങൾ. സൂര്യൻ, ചന്ദ്രൻ എന്നിവ കൃത്യമായി കൊല്ലം, മാസം, സമയം ഇതൊക്കെ കണക്കാക്കുന്നതിന് സഹായകമാണ്. സൂര്യൻ്റെ ഉദയങ്ങളും അസ്തമയങ്ങളും കൊണ്ട് ഒരു ദിവസത്തിൻ്റെ ദിശ അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് ശരിക്കും നമുക്ക് ലഭിക്കുന്നു. അതേപോലെ തന്നെ ചന്ദ്രൻ, അതിന് വ്യത്യസ്തമായ സഞ്ചാരപഥങ്ങളുണ്ട്. 28 സഞ്ചാരപഥങ്ങളാണുള്ളത്. അതായത് 28 രാത്രികളിൽ ചന്ദ്രൻ നമുക്ക് കാണാം. പിന്നെ 1-2 രാത്രികൾ കാണൂല. കൊല്ലം കണക്കാക്കാനും പല ആവശ്യങ്ങൾക്കുമായി മാസവും തീയതിയും കണക്കാക്കാനൊക്കെ സാധിച്ചത് അതുകൊണ്ടാണ്. എല്ലാ ദിവസവും ഒരേ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുകയും ഒരേ വലിപ്പത്തിൽ തന്നെ ചന്ദ്രനെ കാണുകയുമായിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ കണക്കാക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പം ഇതൊക്കെ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്നർത്ഥം. ആയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ജഅല അശ്-ശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമു അദദ السനീന വൽ ഹിസാബ് മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ് യുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ. ഹുവല്ലദീ, ഹുവ അല്ലാഹു, അല്ലദീ അവൻ ഒരുവനാണ്, ജഅല അശ്-ശംസ എങ്ങനെയുള്ള അല്ലാഹുവാണ് അവൻ, ജഅല അശ്-ശംസ സൂര്യനെ അവൻ ആക്കിയിട്ടുണ്ട്, ളിയാഅൻ വെളിച്ചമാക്കി, ജ്വലിക്കുന്ന വെളിച്ചമാക്കി, വൽ ഖമറ ചന്ദ്രനെ അവൻ സംവിധാനിച്ചു, അല്ലെങ്കിൽ ആക്കി, നൂറൻ പ്രകാശമുള്ളതാക്കി, വഖദ്ദറഹു ആ ചന്ദ്രന് നിശ്ചയിച്ചു കൊടുത്തു, മനാസില വിവിധ ഘട്ടങ്ങൾ. എന്തിന്? ലിതഅലമു നിങ്ങൾ കണക്കാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. എന്ത്? അദദസ്സിനീന കൊല്ലങ്ങളുടെ എണ്ണം, വൽ ഹിസാബ കണക്കുകളും. കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അല്ലാഹു തആല അതിന് വ്യത്യസ്ത മനാസിലുകൾ ചന്ദ്രന് നിർണയിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറയാം, മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ്, ഇതൊന്നും അല്ലാഹു തആല വെറുതെ പഠിച്ചതല്ല. മാ ഖലഖല്ലാഹു ദാലിക, അല്ലാഹു തആല ഇത് പഠിച്ചിട്ടില്ല, ഇല്ലാ ബിൽ ഹഖ് സത്യസമേതമല്ലാതെ എന്ന് പറഞ്ഞാൽ ന്യായമായ ആവശ്യാർത്ഥം മാത്രമാണ് അല്ലാഹു തആല ഇതൊക്കെ പഠിച്ചത്, വെറുതെ പഠിച്ചിട്ടതല്ല. യുഫസ്സിലുൽ ആയാതി, അല്ലാഹു ആയാത്തുകൾ വിശദീകരിച്ച് തരികയാണ്, ലിഖൗമി യഅലമൂൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി. ഹുവല്ലദീ ജഅല അശ്-ശംസ ളിയാഅൻ വൽ ഖമറ നൂറ, രണ്ടും വെളിച്ചം നൽകുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും വെളിച്ചം നൽകുന്നുണ്ട്. പക്ഷേ രണ്ടിൻ്റെയും വെളിച്ചം തമ്മിൽ വ്യത്യാസമുണ്ട്. സൂര്യൻ സ്വയം പ്രകാശിക്കുന്നതാണ്, അതിന് കൂടുതൽ ശോഭയുണ്ട്. അതുകൊണ്ടാണ് ളിയാഅൻ എന്ന് പറഞ്ഞത്. ചന്ദ്രൻ അങ്ങനെയല്ല. സൂര്യനിൽ നിന്ന് ചന്ദ്രനിൽ പതിക്കുന്ന വെളിച്ചം, ആ വെളിച്ചം കൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്.
മാത്രമല്ല സൂര്യൻ്റെ വെളിച്ചത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ മങ്ങിയ വെളിച്ചവുമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കി തരാനാണ് സൂര്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലിയാ എന്നും ചന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ നൂറ് എന്നും പറയാൻ കാരണം. ഇതേപോലെ തന്നെ ഖുർആനിലെ മറ്റു പല സ്ഥലത്തും സൂര്യനെ പറ്റി സിറാജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വിളക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രനെ പറ്റി മുനീർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫുർഖാൻ 61 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ. ആട്ടെ, വഖദ്ദറഹു മനാസിൽ. സൂര്യനും ചന്ദ്രനും വിവിധ സഞ്ചാര പദങ്ങളുണ്ട്. സൂര്യൻ കാഴ്ചയിൽ എപ്പോഴും പൂർണ്ണ വൃത്താകൃതിയിൽ തന്നെയാണ്. പക്ഷേ ചന്ദ്രൻ അങ്ങനെയല്ല. ആദ്യഘട്ടത്തിൽ ഒരർദ്ധവളയമായിരിക്കും, പിന്നീട് ക്രമേണ വലുതായി 14-ാം ദിവസം പൂർണ്ണ വൃത്താകൃതിയിലെത്തും, പിന്നെ ക്രമേണ ചെറുതായി കൊണ്ടിരിക്കും, അവസാനം 1-2 രാത്രി കാണാതിരിക്കുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയെ അതേപോലെ തന്നെ അന്നത്തെ ചന്ദ്രൻ സഞ്ചരിക്കുന്ന സ്ഥാനങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് മനാസിൽ എന്ന് പറഞ്ഞത്. സ്ഥാനങ്ങൾ അല്ലെങ്കിൽ മണ്ഡലങ്ങൾ എന്നൊക്കെ പറയാം. സൂറത്ത് യാസീൻ 39 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രന് നാം ചില മണ്ഡലങ്ങൾ സ്ഥാനങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിനോട് സഞ്ചരിച്ചിട്ട് അവസാനം ആദ കൽ ഉർജൂനിൽ ഖദീം, ഈ തപ്പനക്കുടയുടെ പഴയ തണ്ട് പോലെ ആയി മാറും. അങ്ങനെ വളഞ്ഞ് ശോഷിച്ച് വന്ന് അല്ലേ. ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, നിങ്ങൾക്ക് വർഷങ്ങളും കണക്കുകളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂര്യചന്ദ്രന്മാർ അല്ലാഹു തആല സംവിധാനിച്ചത്. സൂര്യൻ്റെ ഉദയാസ്തമയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പലതും കണക്ക് കൂട്ടുന്നത്. സമയം, ദിവസം, മാസം, കൊല്ലങ്ങൾ, അങ്ങനെ അല്ലേ. അതേപോലെ തന്നെ ചന്ദ്രൻ്റെ പല അവസ്ഥകളുടെയും കണക്കടിസ്ഥാനത്തിലാണ് ചാന്ദ്രമാസങ്ങളും വർഷങ്ങളും ഒക്കെ കണക്കാക്കുന്നത്. ആട്ടെ, ഇനി നമുക്ക് 6-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. മനുഷ്യൻ എന്നും കാണുന്ന, അനുഭവിക്കുന്ന നിത്യമായ ദൃഷ്ടാന്തങ്ങൾ 4 ഇപ്പോൾ നമ്മൾ പഠിച്ച 5-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ഇനി 5ഉം 6ഉം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 6 ദൃഷ്ടാന്തങ്ങളാണല്ലോ അത്ര പറയുന്നത് എന്ന്. ഒരു 4 പറഞ്ഞു. 5ഉം 6ഉം ഏതാണ് എന്നാണ് ഇനി അടുത്ത ആയത്തിലുള്ളത്, 6-ാമത്തെ ആയത്തിലുള്ളത്. ഏതാണ് 5-ാമത്തേത്? രാപ്പകലുകളുടെ വ്യത്യാസം. രാവും രാത്രിയും പകലും മാറി വരുന്നത് അതൊരു വലിയൊരു അത്ഭുതമാണ്. പകൽ വെളിച്ചമാണ്, രാത്രി ഇരുട്ടാണ്. ഒന്ന് പോയാൽ മറ്റേത് അതിൻ്റെ പിന്നാലെ വരികയാണ്. ഒന്നിൻ്റെ സമയം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ മറ്റേതിൻ്റെ സമയത്തിൽ അവിടെ കുറവ് വരുന്നു അല്ലേ. നമുക്ക് അനുഭവമാണതൊക്കെ. 6-ാമത്തെ ദൃഷ്ടാന്തം ആകാശഭൂമികളിലെ വസ്തുക്കൾ സൃഷ്ടിച്ചതാണ്. ഏതൊക്കെ തരം സൃഷ്ടികളാണുള്ളത്? ജീവജന്തുക്കളുണ്ട്, ജീവനില്ലാത്തവയുണ്ട്, ശരീരമുള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്, കാണുന്നതുണ്ട്, കാണാൻ കഴിയാത്തതുണ്ട്. ഓരോന്നിലും വ്യത്യസ്തമായ ആകൃതികളുണ്ട്, വലിപ്പ ചെറുപ്പങ്ങളുണ്ട്. ഓരോന്നിനും വ്യത്യസ്തമായ പ്രയോജനങ്ങളുണ്ട്, രൂപവ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വൈവിധ്യങ്ങളുള്ള സൃഷ്ടികളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഇതൊക്കെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അല്ലാഹുവിൻ്റെ ക്രമീകരണമാണ്. അടുക്കും ചിട്ടയോടുകൂടിയും ഒന്ന് മറ്റൊന്നിന് തടസ്സം വരാതെ, സഞ്ചാരപഥങ്ങൾ തെറ്റാതെ, തീരെ പിഴക്കാതെ ഇതെല്ലാം സൃഷ്ടിച്ച് നിയന്ത്രിച്ചു പോരുന്ന ഒരു മഹാശക്തിയായ അല്ലാഹു തആല, അവനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ, അവനാണ് ഇതിൻ്റെ അധികാരസ്ഥൻ. ഇതൊക്കെ മനസ്സിലാക്കാൻ എന്ത് പ്രയാസമാണുള്ളത്? ചിന്തിക്കുന്ന ഏത് മനുഷ്യന്മാർക്കും മനസ്സിലാവുമല്ലോ. ചിന്തിക്കാത്ത ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് പിന്നെ എന്ത് രാപ്പകലുകൾ വരുന്നു പോകുന്നു എന്നല്ലാതെ, ദിവസവും സൂര്യനെ കാണുന്നു, ചന്ദ്രനെ കാണുന്നു എന്നല്ലാതെ. അപ്പോൾ അതുകൊണ്ടാണ് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. യുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. വേറെ പല സ്ഥലത്തും അല്ലാഹു തആല ഇതേപോലെയുള്ള പ്രസ്താവനകൾ നടത്താറുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക്, മനസ്സിലാക്കുന്ന ആളുകൾക്ക് കാര്യങ്ങളൊക്കെ അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. 6-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർദ് വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർദി ലആയാതിൻ ലിഖൗമി യത്തഖൂൻ. ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി, നിശ്ചയമായും രാത്രി മാറി വരുന്നതിലുണ്ട്, വന്നഹാരി പകലും, രാപ്പകലുകൾ മാറി വരുന്നതിലുണ്ട്. ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ മാറി മാറി വരിക, അതിലുണ്ട്. വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർദി, ആകാശങ്ങളിലും ഭൂമിയിലും അല്ലാഹു തആല പടച്ചതിലും ഉണ്ട്. എന്തുണ്ട്? ലആയാതിൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്?
ലിഖൗമി യത്തഖൂൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സൂക്ഷ്മാലുക്കളായ ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്, അല്ലാത്തവർക്കൊക്കെ കണക്ക് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ. അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയുമാണ് ഇന്നത്തെ പാഠത്തിൽ, ഇന്നത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതും എല്ലാം സാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ആഖിറത്തിലേക്ക് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന വലിയൊരു അമലായി ഇത് സ്വീകരിക്കണം അള്ളാഹു. ഞങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരണം തമ്പുരാന്. ഞങ്ങളുടെ ആഖിറത്ത് നന്നാക്കണം റഹ്മാൻ. നിൻ്റെ ദീനിനും ഖുർആനിനും ഇൽമിന് ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് എല്ലാ അവസരങ്ങളും നൽകണം റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് ആളുകൾ, എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷവും നൽകണം തമ്പുരാനെ. ആ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും പുറത്തു കൊടുക്കണം റബ്ബേ. ക്ലാസ് കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും നീ പുറത്തു കൊടുക്കണം തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിൻ്റെ സാലിഹ്യങ്ങളിൽ ചേർക്കണം അല്ലാഹ്. അല്ലാഹുമ്മ ജൽ ജംഅന ഹാദാ ജംഅൻ മർഹൂമ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. الله دعاء ചെയ്യണം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.